എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ആ ചപ്പർത്തലച്ചി ആന്റിയെ അട്ടിച്ച് താഴെയിട്ട് അവളുടെ ബോഡി മുഴുവൻ ചെയിൻ ഇട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആന്റി ആണെങ്കിൽ അവർ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലും ആ ചെയിൻ അത് തകർക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നാമി പറയും നമ്മൾ എത്രയും വേഗം ട്രഫാൽഗറിലോട് അടുത്തേക്ക് എത്തണം, അതിനുശേഷം ഇവളെ അവിടെ എവിടെയെങ്കിലും നമുക്ക് കൊണ്ടുപോയി തള്ളാം, സീസറിന് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നാണ് ട്രഫാൽഗറിലോ പറഞ്ഞത്. സോ എത്രയും വേഗം അവന്റെ അടുത്തേക്ക് പോയി സീസറിനെ അവനെ നമ്മുടെ കയ്യിലേക്ക് ഏറ്റുവാങ്ങണം. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ട്രഫാൽഗറിലോ അവനെ നമ്മളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് നാമി നമ്മുടെ ആൾക്കാരോട് പറയും. ആക്ച്വലി നമ്മുടെ ഈ ആൾക്കാര് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല. ആ ചപ്പർത്തലച്ച ആന്റി ആണെങ്കിൽ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കും. നിങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരാണോ? നിങ്ങൾ ആക്ച്വലി ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലേ? സത്യത്തിൽ ഞങ്ങളുടെ കിങ് ഡോഫ്ലമിംഗോ അദ്ദേഹം അവിടേക്ക് പോയത് നെഗോസിയേഷൻ ഒന്നും അല്ല, നിങ്ങളുടെ ആൾക്കാരെ കറക്റ്റായിട്ട് പിടിച്ച് നേവിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനും സീസറിനെ ആളിന് സ്വന്തമാക്കാനുമാണ്. മാത്രമല്ല എല്ലാവരും കരുതും പോലെ ഞങ്ങളുടെ കിങ് ഡോഫ്ലമിംഗോ അദ്ദേഹത്തിന്റെ വാർലോഡ് സ്ഥാനം അത് ഒഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തിന്റെ കിങ് എന്ന പദവിയും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാം നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വെറും അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും നമ്മുടെ ആൾക്കാരെ നോക്കി കളിയാക്കി ചിരിക്കും. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ ഇതെല്ലാം കേട്ട് കലി കയറി അവനൊരു കമ്പെടുത്ത് വീണ്ടും ചപ്പർത്തലച്ചി ആന്റിയുടെ തലയ്ക്ക് ആഞ്ഞടിക്കും. അതിനാ ചപ്പർത്തലച്ചി ആന്റി അവനെ നോക്കി ദേഷ്യപ്പെടുകയാണ്. അവൻ പേടിച്ചു പോയി അമ്മയുടെ പിന്നിൽ ഇപ്പോൾ ഒളിച്ചു നിൽക്കും. ചപ്പർത്തലച്ചി ആന്റിക്ക് ആണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ ആൾക്കാരെ നോക്കി പറയും, എന്നെ കെട്ടിയിട്ടതുകൊണ്ട് നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല. വയലറ്റ് അവൾ ഓൾറെഡി നിങ്ങളുടെ ആൾക്കാരെ എല്ലാവരെയും കണ്ടെത്തി കാണും. നിങ്ങൾ ഞങ്ങളുടെ കരവലയത്തിൽ പെട്ടു, നിന്റെ ഫ്രണ്ട്സിനെ എല്ലാം ഓൾറെഡി ഞങ്ങളുടെ ആൾക്കാർ പിടിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കും. കട്ട് ചെയ്താ ആ മാക്ഷൻ കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഇപ്പോഴും ഫൈറ്റ് നല്ല ഉഷാറായിട്ട് മുൻപോട്ടേക്ക് പോകും. ആങ്കർ ആണെങ്കിൽ മെയിനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അവർക്ക് പ്രതീക്ഷയുള്ള നമ്പർ 1 ഫൈറ്റേഴ്സിന്റെ പേരുകൾ അത് വിളിച്ചു പറയാണ്. അവരുടെ എല്ലാവരുടെയും നടുവിലായിട്ട് നമ്മുടെ ആ വെള്ള ലൈൻ അതാണെങ്കിൽ ഇപ്പൊ വമ്പ ഫോഴ്സിൽ എല്ലാവരും അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ചുന്ദരം പൈറട്ട് അവനാണെങ്കിൽ ഒരു റോസാപ്പൂ ഒക്കെ സ്മെല് ചെയ്ത് ചുറ്റുമുള്ളവരെ എല്ലാവരെയും അടിച്ച് തൂഫാനാക്കും. അവനങ്ങനെ ഫ്ലോയിൽ അടിച്ചടിച്ച് വരുമ്പോ ഒരുത്തൻ ഇപ്പോ നമ്മുടെ ചുന്ദരം പൈറട്ടിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. ഓ മൈ ഗോഡ്, എന്റെ തലയ്ക്ക് അത് ആരടിച്ചു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും മറ്റൊരു ചുന്ദരൻ. ഇവൻ ഒരു ബൗണ്ടി ഹണ്ടറാണ്. ചുന്ദരം പൈറട്ടനാണെങ്കിൽ അവന്റെ സൗന്ദര്യം കാണുമ്പോൾ കുറച്ച് അസൂയക്കും. അങ്ങനെ 2 ചുന്ദരന്മാരും ഇപ്പോ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ജനങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ആവേശം. സൗന്ദര്യം തുളുമ്പുന്ന 2 ആണുങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്നാണ് അവരുടെ ആകാംക്ഷ. ചുന്ദരൻ പൈറട്ട് ആണെങ്കിൽ ഇപ്പോ ഓപ്പോസിറ്റുള്ള നമ്മുടെ ചുന്ദരൻ ബൗണ്ടി ഹണ്ടറിന്റെ ആയുധം നോക്കും. അത് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അതിനവൻ പറയും, ഞാനൊരു ബൗണ്ടി ഹണ്ടറാണ്, നിങ്ങളെപ്പോലുള്ള ഒരുപാട് കള്ളന്മാരെയും പൈററ്റ്സിനൊക്കെ പിടിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ ഒരുപാട് പൈററ്റ്സ് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങളെല്ലാവരെയും പിടിച്ചു കൊടുത്താൽ എനിക്ക് ഒരുപാട് പണം കിട്ടും. നിനക്ക് 250 മില്യൺ ബറീസ് ഇല്ലേ, നിന്നെ ഗവൺമെന്റിന് പിടിച്ചു കൊടുത്ത് ആ പണം മുഴുവൻ ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് അവനങ്ങനെ സന്തോഷമായിട്ട് നിൽക്കും. വീണ്ടും നമ്മുടെ ആൾക്കാർ അടുത്ത നിമിഷം പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ചുന്ദരം പൈറട്ടിനാണെങ്കിൽ അവന് കഴിഞ്ഞ ഒരല്പം പവർ കൂടുതലാണ്. നിനക്ക് എന്നെ തന്നെ പിടിച്ചു കൊടുത്ത് ഒരുപാട് പണം സമ്പാദിക്കണല്ലേ, നീ ഇനി ഇവിടുന്ന് ജീവനോട് കൂടെ മടങ്ങി പോവില്ല എന്ന് പറഞ്ഞ് അവന്റെ ആയുധത്തില് നമ്മുടെ ചുന്ദരം പൈറട്ട് ആഞ്ഞടിക്കും. അതാണെങ്കിൽ തവിട് പൊടിയാവാണ്. ജനങ്ങളാണെങ്കിൽ ഇപ്പൊ ചുന്ദരം പൈറട്ടിന്റെ പേര് അത് വിളിച്ചു പറയും. അത് കേട്ട ആ ചുന്ദരം പൈറട്ട് അവൻ കൈ വീശി വീഡിയോ റെക്കോർഡർ സ്നെയിലിന് മുൻപിലേക്ക് വന്ന് വിളിച്ചു പറയും, സ്ട്രോ ഹാറ്റ് ലൂഫി, നീ ഇത് കാണുന്നുണ്ടോ, ഞാനാണ് ഫേമസ്, അവർക്ക് എല്ലാവർക്കും എന്നെ മാത്രം മതി. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് കലി കയറും. മാറി നിക്കടാ, എനിക്ക് റെബേക്കയുടെ ഫൈറ്റ് കാണണം. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ റെബേക്ക അവളാണെങ്കിൽ ആരെയും ഫൈറ്റ് ചെയ്ത് പരിക്കൊന്നും പറ്റിക്കാതെ വളരെ സേഫ് ആയിട്ട് വെള്ളത്തിൽ പലരെയും തള്ളിയിട്ട് ബോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ റെബേക്കയെ തന്നെ പോയിന്റ് ചെയ്യാണ്. അവളെ ഈസി ആയിട്ട് അടിച്ചു തോൽപ്പിച്ച് കൂടുതൽ സ്കോർ ഏൺ ചെയ്യാൻ മിനിറ്റ് വെച്ച് ഒരുപാട് പേര് റെബേക്കയെ റൗണ്ട് ചെയ്യാണ്. അവരെല്ലാവരും റെബേക്കയെ അറ്റാക്ക് ചെയ്ത് സ്റ്റേജിന്റെ ഏറ്റവും അറ്റത്തേക്ക് കൊണ്ടുവരും. ഒരല്പം കൂടെ മുൻപോട്ടേക്ക് പോയാൽ അവളും വെള്ളത്തിലേക്ക് വീണ് ഔട്ടാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ട്രഫാൽഗറിലോയ്ക്കാണെങ്കിൽ അനക്കമില്ല. ഡോഫ്ലമിംഗോ ട്രഫാൽഗറിലോട് പറയും, തൽക്കാലം ഞാൻ സീസറിനെയും അവന്റെ ഹാർട്ടും എടുത്ത് ഇവിടുന്ന് പോവാണ്, എനിക്കൊരാളെ കാര്യമായിട്ട് കാണാനുണ്ട്, അത് മറ്റാരുമല്ല സാക്ഷാൽ സ്ട്രോ ഹാറ്റ് ലൂഫിയെ. അവൻ ആ പാലസിൽ അവന്റെ ചേട്ടന്റെ ഡബിൾ ഫ്രൂട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യാണ്. അവൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് ഒരുപാട് പേര് അവന്റെ നീട്ടി വാങ്ങി. പക്ഷെ ഞാൻ ഒരിക്കലും അവൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാനും പോകുന്നില്ല. എനിക്കവനെ എത്രയും വേഗം കാണണമെന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ അവിടുന്ന് കടന്നു പോകും. ഡോഫ്ലമിംഗോ അവിടുന്ന് പോകേണ്ട താമസം വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം നേവി ഓഫീസർ കേൾക്കുകയാണ്.
ആ ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവും അതാരോ ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്ത തണ്ടറാണെന്ന്. ഇവിടെ ട്രഫാൽഗർ ലോയ്ക്കും ഡോഫ്ലമിംഗോയ്ക്കും മനസ്സിലാവും നാമിയാണ് വെതർ കൺട്രോൾ ചെയ്ത് തണ്ടർ വെച്ച് അറ്റാക്ക് ചെയ്യുന്നതെന്ന്. സീസർ ഓടി വന്ന് അവന്റെ ഹാർട്ട് ചോദിക്കും. ഡോഫ്ലമിംഗോ ആ ഹാർട്ട് അത് അവന് കൊടുക്കാനായിട്ട് കൈ നീട്ടുമ്പോഴായിരിക്കും ട്രഫാൽഗർ ലോ വിളിച്ചു പറയാ, സീസർ അത് നിന്റെ ഹാർട്ട് അല്ല. ഇത് കേട്ട് സീസർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഇതെന്റെ ഹാർട്ട് അല്ലേ, അപ്പൊ നീ സത്യത്തില് എന്റെ ഹാർട്ട് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ബോഡിയിൽ ഹാർട്ട് ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ എന്റെ ഹാർട്ട് അത് ശരിക്കും എവിടെ? ഡോഫ്ലമിംഗോ ആണെങ്കിൽ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ആ ഒരു ഹാർട്ട് പിടിച്ച് അമർത്തി നോക്കും. ഇവിടെ സീസറിനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു നേവി സോൾജിയർ ഒട്ടും വയ്യ താഴേക്ക് വീഴാണ്. ഉടനെ സീസറിനും ഡോഫ്ലമിംഗോയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും പിടികിട്ടും അവന്റെ കയ്യിലുള്ളത് അത് സീസറിന്റെ ഹാർട്ടല്ല, അത് ആ നേവി സോൾജിയറിൻ്റെതാണ്. ബ്ലൈൻഡ് മാൻ ക്യാപ്റ്റനും ഡോഫ്ലമിംഗോയും അങ്ങനെ എല്ലാവരും ആ നേവി സോൾജിയറിനെ നോക്കി നിൽക്കുന്ന ഗ്യാപ്പില് നമ്മുടെ ട്രഫാൽഗർ ലോ അവൻ നൈസായിട്ട് ചാടി എഴുന്നേറ്റ് സീസറിനെ പിടിച്ചു വലിച്ച് ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ആക്ച്വലി ഇതിനായിരുന്നു നമ്മുടെ ട്രഫാൽഗർ ലോ അവൻ ഇത്രയും നേരം കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തത്. നമ്മുടെ ആൾക്കാരുടെ കപ്പല് അത് അടുത്തെത്തിയെന്ന് ട്രഫാൽഗർ ലോയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി എത്രയും വേഗം സീസറുമായിട്ട് കപ്പലിലേക്ക് പോകണം, അതാണ് അവന്റെ ലക്ഷ്യം. ഡോഫ്ലമിംഗോയ്ക്ക് നന്നായിട്ട് അറിയാം ട്രഫാൽഗർ ലോയ്ക്ക് ഇപ്പോൾ ഒട്ടും പവറില്ലെന്ന്. അവൻ ഒരുപാട് അടിയൊക്കെ കിട്ടി തളർന്നിരിക്കുകയാണ്. സോ വളരെ സുഖമായിട്ട് അവനെ കീഴ്പ്പെടുത്താന്ന് പറഞ്ഞ് ഡോഫ്ലമിംഗോ ട്രഫാൽഗർ ലോയുടെ പിന്നാലെ പോകും. അവനെ കൊണ്ട് പറ്റും പോലെ ഒരുപാട് ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ട്രഫാൽഗർ ലോയെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ട്രഫാൽഗർ ലോ ആൾ ഇപ്പോഴായിരിക്കും ആളുടെ റിയൽ പവർ ഡോഫ്ലമിംഗോയ്ക്ക് കാണിച്ചു കൊടുക്കുക. ഓരോ റൂം ക്രിയേറ്റ് ചെയ്ത് സ്വാപ്പ് ചെയ്ത് ഡോഫ്ലമിംഗോയുടെ എല്ലാ അറ്റാക്കിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പോകും. അതേസമയം നമ്മുടെ ബ്ലൈൻഡ് മാൻ സോൾജിയർ ആള് സ്ക്വാഡൊക്കെ ഇറുക്കി പിടിച്ച് നീ എന്നെ കബളിപ്പിക്കുവല്ലേ, ഒരു കാരണവശാലും നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇപ്പോ ട്രഫാൽഗർ ലോയെ അന്വേഷിച്ച് ആളും അവിടുന്ന് പുറപ്പെട്ടു പോകും. ഇവിടെ സീസർ ആണെങ്കിൽ അവന്റെ ഹാർട്ടിന് വേണ്ടി കെഞ്ചിക്കൊണ്ടേയിരിക്കും. പക്ഷെ ട്രഫാൽഗർ ലോ അത് മൈൻഡ് ചെയ്യില്ല. ഡോഫ്ലമിംഗോയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്തൊക്കെ ആയാലും ട്രഫാൽഗർ ലോയ്ക്ക് ഈ ഐലാൻഡ് വിട്ട് പോകാൻ കഴിയില്ല എന്ന്. കട്ട് ചെയ്ത ഇപ്പൊ നാമിയും ടീംസും അവർ ഓൾമോസ്റ്റ് ആ ഗ്രീൻ പിറ്റിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കപ്പലിൽ നിന്ന് ആ ഗ്രീൻ പിറ്റിലേക്ക് നോക്കും. പക്ഷെ ആ ഗ്രീൻ പിറ്റ് അതൊരു ഘോര വനമാണ്. മാത്രമല്ല നല്ല രീതിയിൽ അവിടെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. സോ അതിന്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കടലിന്റെ അടിഭാഗം കാണിക്കും. അവിടെ ആ മോൺസ്റ്റർ ഫിഷുകളാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ ലക്ഷ്യമാക്കി മുകളിലേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ മോൺസ്റ്റർ ഫിഷുകൾ കപ്പൽ ലാഞ്ഞെട്ടിക്കും. ആ ഒരു ഇടിയിൽ കപ്പൽ ഇളകി മറിഞ്ഞ് നമ്മുടെ ആൾക്കാർ താഴെ വീഴും. നമ്മുടെ ആൾക്കാർ എല്ലാവരും പുറത്തേക്ക് നോക്കും. ആ മോൺസ്റ്റർ ഫിഷുകൾ അവറ്റകൾ കപ്പൽ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ചപ്പർത്തലച്ചി ആന്റി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ആ ഗ്രീൻ പിറ്റിന്റെ അടുത്തേക്ക് വന്നോ, അത് വലിയ അപകടമാണ്. അവിടെ ഒരുപാട് മോൺസ്റ്റർ ഫിഷുകളുണ്ട്, അവറ്റകള് നമ്മൾ അറ്റാക്ക് ചെയ്ത് കൊല്ലും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ട്രഫാൽഗർ ലോ ആണെങ്കിൽ ആ ബ്രിഡ്ജിനെ ലക്ഷ്യമാക്കി പോവും. ബ്രിഡ്ജിന്റെ അവിടേക്ക് പോയി എങ്ങനെയെങ്കിലും സീസറിനെ കപ്പലിൽ കയറ്റി വിട്ട് അതിനുശേഷം ആ ഡോഫ്ലമിംഗോ ആയിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കണം. അതാണ് ഇപ്പൊ ട്രഫാൽഗർ ലോയുടെ ലക്ഷ്യം. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ ആൾക്കാരുടെ നിലവിളി അത് ഡോഫ്ലമിംഗോയും ട്രഫാൽഗർ ലോയും കേൾക്കും. ട്രഫാൽഗർ ലോയ്ക്കാണെങ്കിൽ ചത്താ മതിന്നാവും. ഓ നോ, ഈ വിഡ്ഢികള് അവർ ശബ്ദം ഉണ്ടാക്കിയെന്ന് പറയും. അടുത്ത നിമിഷം ഡോഫ്ലമിംഗോ ആണെങ്കിൽ ആ കപ്പലിന് നേരെ പോവാണ്. ഇവിടെ ആ ഫൈറ്റിംഗ് ഫിഷുകളാണെങ്കിൽ ഇപ്പൊ സെക്കൻഡുകൾ കൊണ്ട് കടലിനടിയിലേക്ക് പോകും. ചോപ്പർ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ നോക്കുലർ വെച്ച് ദൂരേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഡോഫ്ലമിംഗോ അവനങ്ങനെ ചാടി ചാടി വരുന്നത് കാണുക. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഡോഫ്ലമിംഗോയെ കണ്ട് നോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അപ്പോഴായിരിക്കും സാഞ്ചി അവനിപ്പോ ഫയർ ആയിട്ട് അവിടേക്ക് ചാടി വീഴുക. സാഞ്ചിയും ഡോഫ്ലമിംഗോയും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.